ഫസ്റ്റ് 24 തൃശൂർ അഷ്ടമിച്ചിറയിൽ 3 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് 3 പേരെ തെരുവുനായ ആക്രമിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാർ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നമ്മൾ ഈ വാർത്ത ഇന്നലെ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ തെരുവുനായ്ക്ക് ഈ പേവിഷബാധയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും അനൂപ, പേവിഷബാധ ഈ തെരുവുനായ്ക്കുണ്ട് എന്നൊരു സ്ഥിരീകരണമാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. വെറ്റിനറി സർജന്റെ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 3 പേരെയാണ് ഈ തെരുവുനായ കടിച്ചത്. ആ നായയെ അതിനുശേഷം പിന്നീട് പഞ്ചായത്ത് അധികാരികൾ പെട്ടെന്ന് തന്നെ ഇടപെട്ട് പിടികൂടുകയായിരുന്നു. നിരവധി നായ്ക്കളെയും ഈ തെരുവുനായ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ തെരുവുനായയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നായയെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ചാവുകയായിരുന്നു. അതായത് ഇന്നലെ രാത്രിയോടുകൂടി നായ ചത്തു. ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ അടക്കം 3 പേരാണ് ഇത്തരത്തിൽ കടിയേറ്റിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു വികലാംഗനും കൂടി ഉണ്ട് എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ഈ നായയുടെ കടിയേറ്റ ആളുകളെ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും തന്നെ ആന്റി റാബീസ് വാക്സിൻ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ആശങ്കയുള്ള വാർത്തയാണ്. നായയ്ക്ക് പേവിഷബാധ ഏറ്റിരിക്കുന്നു. എന്തായാലും ഈ നായ കടിച്ച മറ്റു നായ്ക്കളെ ഏതിനെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. പഞ്ചായത്ത് അധികാരികളും മറ്റേതെങ്കിലും തരത്തിൽ വല്ല ജന്തുമൃഗാദികൾക്ക് വളർത്തുമൃഗങ്ങൾക്ക് ഇത്തരത്തിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആശങ്കയുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്ന. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്രീകുമാറിനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.